ഇത് കണ്ടാ ഒരുത്തി തന്നെ അറേക്കാൽ പോകാൻ വേണ്ടിയിട്ട് കാത്തുക്കുന്നു കേട്ടാ. അതേ സമയം എന്നെ കാത്തുനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചീത്തട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. എത്ര സമയം നിന്നെ കാത്തിക്ക് നീ വെയിലത്ത് വന്നു. ഇന്ന് സംക്രമമായതുകൊണ്ട് നമ്മൾ അറേക്കാലേക്ക് പോവേന്ന് കേട്ടാ. കുറച്ച് ഇറങ്ങാൻ വൈകിയോണ്ട് ലിജിര വാരിയിരിക്കുന്ന തെച്ചും കേട്ടു. ഇവിടുന്ന് അടുത്താണ് കേട്ടോ അറേക്കാല്. ഇതാണ് കേട്ടാ നമ്മളെ പറവൂർ ശ്രീ പുലിയൂർ കാളിക്ഷേത്രം. നമ്മയുടെ എത്തുമ്പോഴേക്കും കുറേ ആളെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ. ഈ അറേക്കാലെ നടപ്പാതയിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് കേട്ടാ. അതൊരു പ്രത്യേക എന്താ പറയാ, ദൈവസന്നിധിയിൽ പോയാലേ നമ്മുടെ മനസ്സിനൊരു ആശ്വാസമല്ലേ. നമ്മ ആരെ എത്തുമ്പോഴേക്ക് ചടങ്ങെല്ലാം തുടങ്ങിയേ. ശംഖൂതൽ കഴിഞ്ഞാടും അടുത്ത കാര്യമായ ആൾക്കാരൊക്കെ എന്തെല്ലോ സംസാരിക്കുന്നുണ്ട് കേട്ടാ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടേ. ചടങ്ങ് ഇപ്പം നടക്കുമ്പോൾ നമ്മളെ വർത്തമാനത്തിനൊരു കുറവില്ല കേട്ടാ. നിങ്ങളത് കാണുന്നുണ്ടല്ലോ. നമ്മ എവിടെ പോയാലും നമ്മ തന്നെയല്ലേ. അതിൻ്റെ ഇടക്കാണെങ്കിൽ പിള്ളേർ കല്യാണേച്ചിനെ തൊടിയും വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. കല്യാണേച്ചിയാണെങ്കിൽ അവരെ താളത്തിനൊത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടാ. കാണുമ്പോൾ ചേച്ചി ഇങ്ങനെ നേരത്തെ വന്നിനാ പ്രീതേച്ചി? പ്രീതേച്ചി നേരത്തെ വന്നിനാ? ഇന്നലെ വന്നിനാ? ഇന്നലെ എന്തിനാ വന്നിന് നിങ്ങള്? ഓ ശരി തന്നെ. ചാണം തേക്കാനെല്ലാം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ആ സാളഗ്രാമം ശിവലിംഗം പൂജിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കേട്ടോ ഇത്. സംക്രമ ദിവസം മാത്രം നടത്തുന്ന ചടങ്ങാണ് ഈ വിഷയിറക്കലും ഈ ഇളനീർ കുടിക്കൽ ചടങ്ങും. നിങ്ങളിപ്പം കാണുന്നത് വിഷയിറക്കൽ ചടങ്ങാണേ. ആ പേര് പറയുന്നതിൽ തന്നെ വിഷം ഇറക്കി കളയുന്ന ചടങ്ങ് തന്നെയാണ്. നേർച്ചയാണ് കേട്ടാ, ചടങ്ങല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കേട്ടാ ഇത്. പണ്ടൊന്നും ഇവിടുന്ന് ആർക്കെങ്കിലും വിഷപ്പെട്ടാലൊന്നും പുറത്തു കൊണ്ടുപോയി ചികിത്സിക്കുകയില്ല. ഇവിടുത്തെ അമ്പലത്തിൽ കിടത്തിയിട്ട് തന്നെയാണ് ചികിത്സിക്കൽ. ഇന്ന് വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾ വന്നിട്ടുണ്ട്. ശരിക്കും പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ഇവിടുന്ന് ഈ നേർച്ച ചെയ്യലുണ്ട്. ശരിക്കും നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറഞ്ഞുതരാനൊന്നും അറിയില്ല കേട്ടാ. എല്ലാ സംക്രമത്തിനും ഇവിടെ ഇങ്ങനെ ഇതുപോലെ ചടങ്ങെല്ലാം ഉണ്ടാവലുണ്ട്. നമുക്ക് പക്ഷേ ഒപ്പൊന്നും അങ്ങനെ വരാൻ പറ്റില്ല. പറ്റുമ്പോൾ നമ്മ ഓടി വരലും ഉണ്ട്. നമ്മളെ പാറൂട്ടി ഉണ്ട് കേട്ടാ ഇതിൽ വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഓളെ ഇടയ്ക്കിടയ്ക്ക് പാറുവിന് കാലെല്ലാം ഉളുക്കുന്നതുകൊണ്ട് ഇട്ട നേർച്ചയാണ്. ഇന്ന് പിന്നെ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്നാ നേർച്ച നടത്താൻ പറ്റി. ഇവിടെ കൊടിയേറ്റെല്ലാം നടത്തിയിട്ടാണ് തെയ്യം തുടങ്ങല്. സാധാരണ അമ്പലങ്ങളിലല്ലേ കൊടിയേറ്റ് നടത്തിയിട്ട് തുടങ്ങല്. ശരിക്കും നല്ല ശക്തിയിലെ ദൈവമാണ് എടുത്തത്. ഇവിടെ ഒരുപാട് തെയ്യം ഇല്ലതാണ് കേട്ടാ. ഏപ്രിലാണ് കേട്ടോ ഇവിടുത്തെ കളിയാട്ടം വരുന്നത്. ഇവിടെ പുറംകാവലാളായിട്ട് ഗുളികൻ്റെ ദേവസ്ഥാനമുണ്ട്. വിഷം ഇറക്കൽ കഴിഞ്ഞാടും ഇളനീര് കുടിക്കലാണേ. ഇളനീര് കൊത്തിത്തന്നതിന് ശേഷം വെളിച്ചപ്പാടന്മാര് ഇളനീരിൽ കുറിയിട്ട് തരുവേ. എന്നിട്ടാകുമ്പോൾ നമ്മളത് കുടിച്ചതിന് ശേഷം തലക്ക് ചുറ്റിയിട്ട് ബാക്കിലേക്ക് ഇടും. ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളില്ലവരാണ് പിന്നെ ഇളനീര് കുടിക്കലേ. അത് മാറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചയാണേ. പിന്നെ ഈ ഇളനീര് കുടിക്കൽ വെച്ചാൽ ഗർഭിണികളും കുടിക്കും കേട്ടോ. ഇളനീര് കുടിച്ചതിന് ശേഷം കുടിച്ചവർക്ക് വെളിച്ചപ്പാടന്മാര് കുറി കൊടുക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം അറയുടെ ഉള്ളിൽ കിഴിഞ്ഞിട്ടാകുമ്പം കുറി മേണിക്കാട്ടാ. പിന്നെ ഭണ്ണാരത്തിലും പൈസ ഇടാം. നമ്മൾ തോന്നിട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാ. പിന്നെ എല്ലാ മാസവും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അന്നദാനം ഉണ്ട് കേട്ടാ. അമ്പലത്തിലെ ഭക്ഷണം എന്നുള്ളത് ദൈവത്തിന്റെ പ്രസാദല്ലേ. ഇത് നേരത്തെ തന്നിനാ നൂർമാല്? തേങ്ങാപ്പൂള് കഴിഞ്ഞോ?
വരയില്ല. ഇതാണ് കേട്ടാ നമ്മളെ ഊട്ടുപുര. നമ്മ വേഗം പ്ലേറ്റ് എടുത്തിട്ട് കഴിക്കാനിരുന്നു കേട്ടാ. അവരെന്നെ നടന്ന് വിളമ്പിത്തരെല്ലാം ചെയ്യുവേ. 3-4 കറിയുണ്ട്. കറിയെന്ന് വെച്ചാൽ ഒരു സാമ്പാറും വറവും അച്ചാറും ഒരു പെരക്കും പിന്നെ നല്ല ശർക്കര പായസവും ഉണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അറയുടെ അടുത്തേക്ക് വന്നു കേട്ടാ. അവിടുന്ന് നല്ല നുറുമാലും തരാനുണ്ട്. ഇവിടുത്തെ നിർമ്മാല്യം എന്ന് വെച്ചാൽ അടക്കാച്ചേനയും പഴവുമാണേ. ആ അപ്പത്തിന് പറയുന്ന പേരാണേ അടക്കാച്ചേനാന്ന്. നമ്മൾ അഞ്ചേട്ടനാണേ ഇന്ന് നിർമ്മാല്യം തരുന്നത്. അഞ്ചേട്ടൻ ഇവിടുത്തെ കൂട്ടായിക്കാരനാണ് കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ നിർമ്മാല്യം പൊതിയാൻ വേണ്ടിയിട്ടില്ലേ ചന്ദ്രോട്ടനെ സോപ്പിട്ടു കേട്ടാ. ചന്ദ്രോട്ടൻ വേഗം പോയി ഒരു ഇലയെല്ലാം കൊണ്ടു തന്നു. പിന്നെ നമ്മൾ നിർമ്മാല്യം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയേ. നിങ്ങളെ നാട്ടിലില്ലേ അറേക്കാലി ഇങ്ങനത്തെ എല്ലാം ചടങ്ങെല്ലാം ഉണ്ടാവലുണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ.